ഹായ് എവരി വൺ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12 പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണെന്നുള്ളത് നോക്കാം. സി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എ എന്ന് പറയുന്നൊരു വെക്ടർ, ബി എന്ന് പറയുന്നൊരു വെക്ടർ, അതുപോലെ സി എന്ന് പറയുന്നൊരു വെക്ടർ. നമുക്ക് 3 വെക്ടേഴ്സുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. ഇഫ് വെക്ടർ പി സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ ആൻഡ് പി ഡോട്ട് ഐ is equal to 0, then പി ഡോട്ട് ഐ മൈനസ് ജെ പ്ലസ് കെ is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇതിൽ തുടങ്ങാം. നോക്കൂ, പി ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? സി ക്രോസ് ബി ആണ്. അപ്പം ഞാനതൊന്ന് എടുത്ത് എഴുതാണ്. പി ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? സി ക്രോസ് ബി ആണ്. നമ്മൾ ആ സി ക്രോസ് ബിയുടെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ക്രോസ് ബി മൈനസ് സി ക്രോസ് ബി ഇസ് ഈക്വൽ ടു എന്തായി? നൾ വെക്ടർ ആയിട്ട് മാറി. ഓക്കെ, ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് ആരാണ് വെക്ടർ ആയിട്ടുള്ളത്? കോമൺ വെക്ടർ ഏതാണെന്ന് പറഞ്ഞേ. ഇതിൽ കോമൺ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, കോമൺ വെക്ടർ ഏതാണ്? ബി ആണ് കോമൺ വെക്ടർ അല്ലേ. നമ്മൾ ആ ബി എന്നുള്ള കോമൺ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, പി മൈനസ് സി. അപ്പൊ റൈറ്റിലേക്കാണ് എടുക്കുന്നത്. ക്രോസ് ബി ഇസ് ഈക്വൽ എന്താണ്? 0 ആണ്. നമുക്കറിയാം രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആകുക എന്ന് പറഞ്ഞതിന് അർത്ഥം one of the vector can be expressed as some scalar multiple of the other vector. So p minus c is equal to lambda b എന്ന് എഴുതി. From here we get p is equal to എന്താണ് പറയാ? c plus lambda b എന്ന് കിട്ടി. ശരിയല്ലേ? c plus lambda b എന്ന് കിട്ടി. ഓക്കെ, നമുക്കറിയാം p ഡോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. p ഡോട്ട് എ 0 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? നമ്മൾ ഈ p കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് രണ്ട് സൈഡും a കൊണ്ട് ഡോട്ട് ചെയ്യണം. സോ p ഡോട്ട് എ is equal to 0 എന്ന് പറഞ്ഞതിനർത്ഥം പി ഡോട്ട് എ is equal to 0 മീൻസ് അതിനർത്ഥം എന്താണ്? പി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സി ഡോട്ട് എ പ്ലസ് ലാംഡ ഇൻറ്റു ബി ഡോട്ട് എ അല്ലേ. അല്ല, നമുക്ക് ഇങ്ങനെ പറയാം, ഡോട്ട് പഠിച്ച് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ഡോട്ട് സി പ്ലസ് ലാംഡ ഇൻറ്റു എ ഡോട്ട് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പി എന്ന് പറയുന്നത് ആക്ച്വലി സി പ്ലസ് ലാംഡ ബി ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എ കൊണ്ട് ഡോട്ട് ചെയ്തു. അതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എ ഡോട്ട് സി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം എ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്, സി എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 × 1 3 കിട്ടും, പ്ലസ് ജെയുടെ കമ്പോണന്റ് 1 ആണ്. ജെയുടെ കമ്പോണന്റ് 1 ആണ്. ഇവിടെ ജെയുടെ കമ്പോണന്റ് എന്താണ്? -3 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടും. പ്ലസ് കെയുടെ കമ്പോണന്റ് -2, ഇവിടെ 4 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 എന്ന് കിട്ടും. പ്ലസ് ലാംഡ ഇൻറ്റു എ ഡോട്ട് ബി ആണ്. അപ്പൊ ഇനി എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എ ഇവിടെയുണ്ട്, അതുപോലെ ബി ഇവിടെയുണ്ട്. ഇവർ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 3 × 4 3 കിട്ടും, ലാംഡ ഇൻറ്റു 12 കിട്ടും, പ്ലസ് പിന്നെ ഒരു 1 ഇൻറ്റു എന്താണ് വരിക? 1 × 1 1 വരും, പ്ലസ് -2 × 7 -14 വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? 0 ആണ്. റൈറ്റ്. ഇനി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് -8 പ്ലസ് ഇവിടെ നമുക്കറിയാം 12 + 1 13, 13 - 14 is -1. So this is minus lambda and which is equal to 0. From here lambda is equal to 3 കിട്ടി, -8 എന്ന് കിട്ടി. Lambda is equal to -8 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് പി എന്ന് പറയുന്ന വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? സി. സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം i - 3j + 4k ആണ്. ദിസ് ഇസ് സി. ഓക്കെ, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സി എഴുതി, പ്ലസ് ലാംഡ. ലാംഡ -8 ആണ്. സോ -8 ഇൻറ്റു ഇനി ഞാൻ എന്ത് എഴുതണം? -8 ഇൻറ്റു എന്താണ്? ബി എന്ന് പറയുന്ന വെക്ടർ എഴുതുന്നത് 4i + j + 7k ആണ്. അത് എഴുതാം. 4i + j + 7k എന്ന് എഴുതി. ഓക്കെ, അത് എഴുതി. അപ്പൊ പി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഇസ് ഈക്വൽ ടു നോക്കാം, -8 × 4 ചെയ്യുന്ന സമയത്ത് -32 വരും. അപ്പോൾ i - 32i എന്ന് പറയുമ്പോൾ -31 അല്ലേ. മൈനസ് എന്ത് വരും? 31i എന്ന് വരും. റൈറ്റ്, -31i വരും. പിന്നെ ഇവിടെ ഒരു -3j ഉണ്ട്, അവിടെ -8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 - 3j മൈനസ് എത്ര വരും? -11j വരും. പിന്നെ ഒരു 4k ഉണ്ട്, അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എത്ര വരും? 7 × 8 56 അല്ലേ. -56 + 4 -52 വരും. -52k എന്നാണ് വരിക. ദിസ് ഇസ് പി. Now we have to find p dot i - j - k. So p dot i - j - k എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ കിട്ടിയിരിക്കുന്ന പീനെ i - j - k വെച്ച് ഡോട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് -31 അല്ലേ. പിന്നെ വരുന്നത് +11 ആണ്. പിന്നെ വരുന്നത് +52 ആണ്. റൈറ്റ്. അപ്പൊ 52ഉം 11 തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 63 എന്ന് കിട്ടും. 63 - 31 ചെയ്താൽ മതി.
സോ 2 ഇവിടെ 3 കിട്ടി, 3 കിട്ടി അല്ലേ. സോ വാട്ട് ഈസ് ദി ആൻസർ? ദി ഫൈനൽ ആൻസർ ഈസ് 32. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് വരിക? 32 വരുന്ന ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരിക. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഇത് ഒന്നുമില്ല, വെക്ടേഴ്സുകൾ തമ്മിലുള്ള ആ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് പി ക്രോസ് ബി സി ക്രോസ് ബി ആണെങ്കിൽ വൺ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബിനെ കോമൺ ഔട്ട് ചെയ്യുന്നു. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെക്ടറിനെ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ലാംഡ ഇൻറ്റു അനദർ വെക്ടർ ആയിട്ട് എഴുതാൻ കഴിയും. ആ കോൺസെപ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.